ഹായ് മുത്തുമണികളെ, പാർലറിലൊന്നും പോവാണ്ട് തന്നെ മുടി നല്ല സിൽക്കി ആൻഡ് സോഫ്റ്റ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് ഇന്ന് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുക്കാം. അത് നിങ്ങളെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ അത് കുറഞ്ഞാലും കൂടിയാലും ഒന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഫ്ലാക്സ് സീഡാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ചായപ്പൊടി. അപ്പോൾ ഇതൊക്കെ ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നമ്മുടെ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ വരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അപ്പോഴത്തേക്ക് ആ വെയിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമ്മൾ അടുത്ത ഒരു സംഭവം ഉണ്ടാക്കണം. അതിന് നമ്മൾ റോബസ്റ്റ് പഴമാണ് എടുത്തിട്ടുള്ളത്. നേന്ത്രപ്പഴമാണ് ഏറ്റവും നല്ലത്. നേന്ത്രപ്പഴത്തിൽ ഒത്തിരി ചെറുപഴത്തിനേക്കാളും ഈ റോബസ്റ്റിനേക്കാളൊക്കെ ഒത്തിരി ഗുണങ്ങൾ നേന്ത്രപ്പഴത്തിലായതുകൊണ്ട് തന്നെ നേന്ത്രപ്പഴം എടുക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് അത് നന്നായി ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് അതിൽ നന്നായി അരച്ചെടുക്കുക. തരിയൊന്നും ഇല്ലാത്ത വിധത്തിൽ അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് തൈര് കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. തൈരും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തതിന് ശേഷം അപ്പോഴത്തേക്ക് ഇത് നമ്മൾ നേരത്തെ വെച്ച വെള്ളമില്ലേ അത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അരച്ച പഴത്തിൻ്റെ മിക്സിലേക്ക് കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളിത് നാടൻ കാട്ടുതേനുണ്ടായിരുന്നു കേട്ടോ, അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി തേനില്ലാന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. തേന് നമ്മുടെ മുടിക്ക് നല്ല ഒരു, പണ്ടൊക്കെ തേനിന് മുടിയിൽ പെരട്ടറ് മുടി നരക്കും എന്നെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല മുടിക്ക് നല്ല സ്മൂത്തായി നിൽക്കാൻ വേണ്ടിയിട്ട് തേന് ബെസ്റ്റാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് ആൻഡ് ഷൈനി ഹെയറിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അത് മാത്രമല്ല മുടിയിലുണ്ടാകുന്ന ഒട്ടനവധി പ്രോബ്ലംസിനും ഇത് നല്ലതാണ്. അപ്പോൾ ഇത് അരിച്ചെടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഈ ഹെയർ പാക്കിന് വേണ്ടിയിട്ട് മാത്രമുള്ള അരിപ്പയാണ്. ഹെയർ പാക്ക് ഇങ്ങനെ അങ്ങനത്തെ ഉള്ള സംഭവങ്ങളൊക്കെ അരിക്കാൻ വേണ്ടിയിട്ടുള്ള അരിപ്പയാണ്. നിങ്ങൾ അതിൻ്റെ കളർ കണ്ടിട്ട് ഇനി പേടിച്ചു വേണ്ട. അപ്പോൾ ഇത് അരിച്ച് എടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഐറ്റംസ് കൂടി ഉണ്ടാക്കാനുണ്ട് കേട്ടോ. നല്ലോണം അരിച്ചിട്ട് അതിലത്തെ ഇതൊക്കെ ഒരു പാത്രത്തിലേക്ക് ആക്കണം കേട്ടോ. അരിപ്പേന്ന് എല്ലാം പിഴിഞ്ഞിട്ട് തന്നെ പറ്റുമെങ്കിൽ കൈ കൊണ്ട് തന്നെ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീരൊക്കെ അതിലേക്ക് ആക്കുക. എന്നിട്ട് അതിൽ നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കണം, നമ്മൾ പിന്നെ ഈ ഒരു കട്ടൻ ചായപ്പൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ മുടിക്ക് നല്ല കളർ വരും കേട്ടോ. കറുപ്പ് കളർ വരും മുടിക്ക്. കട്ടൻ ചായൻ്റെ ഗുണങ്ങൾ ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ. കട്ടൻ ചായ നമ്മൾ ഹെന്ന ചെയ്യുമ്പോഴൊക്കെ കട്ടൻ ചായ യൂസ് ചെയ്യാറുണ്ട് മുടിക്ക് നല്ല കറുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള. അത് മാത്രമല്ല മുടി നല്ല വേരോട് കൂടിയിട്ട് ഉറച്ച് നല്ല ഇതിൽ വളരാനൊക്കെ ചായപ്പൊടി നല്ലതാണ്. പിന്നെ നമ്മൾ എടുക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങളാരും ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു സാധനമാണ് അരിപ്പൊടി. അരിപ്പൊടി നമ്മുടെ ഹെയറിന് മുഖത്തിനൊക്കെ നല്ലതാണ്. അരിപ്പൊടി നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അരിപ്പൊടി കുറച്ചെടുത്തിട്ട് അതിൽ വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ വെള്ളം ചേർക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ നമ്മൾ നേരത്തെ തിളപ്പിച്ച ലായനിയില്ലേ അത് തന്നെ ചേർക്കുന്നത്. വേറെ പച്ചവെള്ളം ചേർക്കുന്നില്ല കേട്ടോ. അതിൽ തന്നെ ഇതാക്കി എടുക്കുകയെന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നല്ല പേസ്റ്റ് പരുവത്തിലാവണം. ഇതാക്കുമ്പോൾ ഈ വീഡിയോക്ക് വേണ്ടിയിട്ട് എടുത്തതുകൊണ്ട് തന്നെ അതാക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ല. അതുകൊണ്ട് കട്ട കെട്ടിയിട്ടുണ്ടായിന്. അതെന്നിട്ട് നമ്മൾ മിക്സിയിലിട്ടിട്ട് പിന്നെ ബ്ലെൻഡ് ചെയ്തെടുക്കുക ചെയ്തിന്. ഇതിങ്ങനെ ഇടുമ്പം കട്ടയാവും എന്നുള്ളത് പൊട്ടത്തിക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അന്നേരം അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു. നോക്കത് അതിനെപ്പറ്റി വലിയ പിടുത്തമില്ല. അപ്പോൾ അങ്ങനെ തന്നെ ഇട്ടാലത് കട്ട കെട്ടി ലാസ്റ്റ് അത് അരച്ചെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് പിന്നെ ഇത് നന്നായിട്ട് ഇതിലിട്ടിട്ട് ഇളക്കി. പക്ഷേ അത് കട്ട കെട്ടിയതുകൊണ്ട് തന്നെ വിചാരിച്ച പോലത്തെ ടെക്സ്ചറിലേക്ക് വന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് അത് പിന്നെ ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം അത് മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇതൊക്കെ ഇല്ലേ നമ്മുടെ മുടിക്ക് ഇതിൽ ഉലുവയായാലും കറിവേപ്പില ആയാലും ഈ തേയില ആയാലും തൈര് പഴം ഇതൊക്കെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കേട്ടോ. എൻ്റെ മോളുടെ മുടി നന്നായി പൊഴിഞ്ഞ് ആകെ അലങ്കോലമായിട്ടുണ്ടായതാണ്. മുടി ഇങ്ങനെ ഒറ്റ തണ്ട് പോലെ ആയിട്ടുണ്ടായിരുന്നു. നമുക്ക് നന്നായി മുടി ഉണ്ടായിരുന്നു. ആ മുടി ജസ്റ്റ് കുറച്ച് നാൾ ഞാൻ ഉണ്ടാക്കുന്ന ഹെയർ ഓയിലുകൾ തേക്കലില്ല. സ്കൂളിൽ പോകുന്ന സമയത്തെല്ലാം മുടിയിൽ എണ്ണ തേച്ച് കഴിഞ്ഞാൽ മുടി ഒട്ടിപ്പിടിക്കുമെന്ന് പറഞ്ഞിട്ട് അത് തേക്കലുണ്ടായിട്ടാണ്. അപ്പോൾ ഇവർക്ക് മുടിക്ക് നല്ല പ്രോബ്ലം ഉണ്ടായി. മുടി നന്നായി പൊഴിഞ്ഞു പോയി. എണ്ണ ഉണ്ടായാലും ഉള്ളത് തേക്കൂല. എന്നിട്ട് എപ്പോഴും ഷാമ്പൂ യൂസ് ആക്കൽ അങ്ങനെയെല്ലാം കൊണ്ടാണ് മുടി നല്ലോണം പോയത്. എന്നിട്ട് അതിന് ശേഷം ഇത് തേക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് ഇപ്പം മുടി പിന്നെയും നല്ല സമൃദ്ധിയായി വളരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ
പിന്നെ നമ്മൾ നേരത്തെ അരച്ച് വെച്ച പഴത്തിലേക്ക് ഈ അരി ശരിക്കും ഞാൻ അരിഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ, ആ അരിയുടെ കട്ട കൂടി അതിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ പാക്ക് ഇടാൻ തുടങ്ങിയതിന് ശേഷം ഉണ്ടല്ലോ മുടി നല്ല സോഫ്റ്റ്. ഞാനും ഇപ്പോൾ തേക്കുന്നുണ്ട്, എൻ്റെ മുടി നന്നായി പൊഴിയുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ ഹെയർ പാക്ക് തേക്കാൻ തുടങ്ങിയതിന് ശേഷം നല്ല ചേഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നമ്മൾ ഈ സംഭവം അരിച്ചെടുക്കണേ. ഈ വെള്ളം നേരത്തെ നമ്മൾ ഉണ്ടാക്കിയിട്ടേ ഈ എന്താ തേയില വെള്ളത്തിലേക്ക് അരിപ്പൊടി ഇട്ടിട്ടുള്ള ആ ഒരു വെള്ളം അരിച്ചെടുക്കുമ്പോൾ അതിൽ കട്ട കെട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് മിക്സിയിലിട്ടിട്ട് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ എന്താ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക് തരാൻ മറക്കരുത്. ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടത്, ആ കട്ടൻ ചായയിൽ മറ്റേ കട്ടൻ ചായൻ്റെ അല്ല ചായപ്പൊടിയെല്ലാം ഇട്ട ആ ഒരു മിക്സിയില്ലേ, അരിപ്പൊടിയെല്ലാം ഇട്ടിട്ട് മിക്സാക്കി അതിലേക്ക് നമ്മുടെ ഈ പഴവും ഇതെല്ലാം കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ലേ, അരിയുടെ കട്ടയെല്ലാം ഉണ്ട് അതെല്ലാം കൂടിയിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടില്ലേ, അതെല്ലാം നമ്മുടെ ആ മറ്റേ തേയില വെള്ളത്തിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന് ശേഷം മറ്റേ അടുപ്പിൽ വെച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ. ഇത് ഏകദേശം കുറുകി വന്നതിൻ്റെ ടെക്സ്ചറാണിത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്യുക. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് നന്നായിട്ട് കുറുക്കിയെടുക്കണം. നന്നായിട്ട് കുറുക്കിയെടുത്ത് നമ്മൾ തലയിൽ ഓരോ ലെയർ എടുത്തിട്ട് ആ ലെയറിൽ വേണം ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഹെന്നയെല്ലാം ചെയ്യില്ലേ, കുറച്ച് മുടിയെടുത്ത് അതിൽ തേച്ച് വീട്ടിൽ വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെയ്ത് കൊടുത്താൽ മതി. എനിക്ക് എൻ്റെ മോളാണ് ചെയ്തതിൽ ചെറിയ മോക്കും ഓളന്നെ